ചിരവൈരികളായ റയൽ മാഡ്രിഡിനെ എൽ ക്ലാസിക്കോയിലിട്ട് തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടാൻ പറ്റുമോ സക്കീർ ബൈക്ക്? യെസ്, ബാർസലോണ ക്യാൻ. അഗ്രനിലത്തെ ലാലിഗയിൽ 2-0 വിജയത്തോടു കൂടി റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ബാർസലോണ കിരീടം ചൂടിയിരിക്കുന്നു. വാട്ട് എ ടീം ഗെയിം, ഒന്നും പറയാനില്ല. അല്ല, ഇന്നലത്തെ മൊത്തത്തിൽ ബാർസലോണയ്ക്ക് തന്നെയായിരുന്നു ആധിപത്യം. കാരണം ഫുൾ കളി തുടങ്ങിയ 9-ാം മിനിറ്റിൽ തന്നെ അതിമനോഹരമായ ഒരു ഫ്രീ കിക്കിലൂടെ മാർക്കസ് റഷ്ഫോർഡ്, ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ താരം, ബാർസലോണയുടെ താരം, ആദ്യ ഗോൾ നേടി. കൊട്ടേഴ്സിന് ഒരു മറുപടി ഉണ്ടായില്ല ആ ഗോളിന്. പിന്നീട് 18-ാം മിനിറ്റിൽ തന്നെ ഫെറാൻ ടോറസ് കൂടി ഗോൾ അടിച്ചതോടുകൂടി ബാർസലോണ വിജയം ഉറപ്പിച്ചു. 2-0 അതിമനോഹരമായ വിജയത്തോടു കൂടി ലാലിഗ കിരീടം അങ്ങോട്ട് എടുത്തു ബാർസലോണ. അതും ഏറ്റവും സന്തോഷം റയലിനെതിരെ ജയിച്ചുകൊണ്ടാണ്. അത് ഇന്നലെ അവർക്ക് ജയിച്ചേ പറ്റൂ ബാർസലോണയ്ക്ക്. കാരണം അത്രയ്ക്കധികം ബാർസ ആരാധകർ കാത്തിരുന്നാണ് സ്വന്തം മൈതാനത്ത് വെച്ച് റയലിനെ തോൽപ്പിച്ച് കിരീടം നേടാനുള്ള ഒരു മോഹം. അത് അവർ പൂവണിഞ്ഞു, ആ സ്വപ്നം അവർ പൂവണിഞ്ഞു. ഇന്നലെ കളിക്ക് മുമ്പ് റയൽ വരുമ്പോൾ റയലിൻ്റെ ബസ്സിനെ നേരെയൊക്കെ ബാർസലോണ ആരാധകർ അറ്റാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ വലിച്ചെറിഞ്ഞ് ചില്ലിലൊക്കെ എന്തൊക്കെയോ എറിയുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്കറിയായിരുന്നു അവർ ബാർസ ആരാധകരിങ്ങനെ കടിച്ച് തൂങ്ങി നിൽക്കണം. എന്താ പറയുക, എങ്ങനെയെങ്കിലും റയലിനെ അപ്പട്ട വെച്ച് തോൽപ്പിക്കണം. അതിൻ്റെ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു ഫീല്. അത് ബാർസലോണയ്ക്ക് എന്തായാലും കിട്ടി. 2-0 തോൽപ്പിച്ചിട്ട് ഇപ്പോൾ റയലിന് ഇനി കുറേ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 35 മത്സര ശേഷം ബാർസലോണയുടെ പോയിൻ്റ് എത്രയാണെന്ന് വരും? 91. റയലിൻ്റെ 77 മാത്രം. ബാർസയ്ക്ക് ഇനി 3 കളി ബാക്കിയുണ്ട്, റയലിനുണ്ട്. ബാർസ 3 കളി ജയിച്ച ബാർസയ്ക്ക് 100 പോയിൻ്റ് ആവും. അതൊരു വേറെ റെക്കോർഡാണ് വെയിറ്റ് ചെയ്യണത്. റയലിന് ഇനി കുറേ ചോദ്യങ്ങൾ പറഞ്ഞ പോലെ മറുപടി ഉണ്ട്. കോച്ചിനെ മാറ്റണോ, തമ്മിലടി തീർക്കണോ? ഉള്ളിൽ തടി തന്നെ ആദ്യം അവർക്ക് തീർക്കേണ്ടി വരും. അത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ടാണ് ബാക്കിയുള്ള പുറത്തത്തെ കാര്യങ്ങളും ബാർസയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുള്ളൂ. എന്താ പറയുക, ചുവമനിയൊക്കെ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. വിനീഷ്യസൊക്കെ ഇന്നലെ വെറും വേസ്റ്റായിട്ടാണ് കളിച്ചത്. എന്ന് വെച്ചാൽ ഒരു ബാർസയ്ക്കെതിരെ കളിക്കുമ്പോഴുള്ള ഒരു കളിയൊന്നും പുള്ളി പുറത്തെടുത്തില്ല. അതും ഇവൻ്റെ ഭാവത്തിൽ, എംബാപ്പയുടെ ഭാവത്തിൽ. എന്തായാലും റയൽ മാഡ്രിഡ് ഈ സീസണിൽ ട്രോഫിലെസ് ഓവർ. ഈ സീസൺ കഴിഞ്ഞു, റയലിൻ്റെ ഒരു ട്രോഫി പോലും ഇല്ല. ബാർസയ്ക്കാണെങ്കിൽ മധുരമായി. കാരണം യൂസിയിലൊക്കെ പോയി പോട്ടെ, അത് റയലിനും കിട്ടിയില്ലല്ലോ, അപ്പോൾ പ്രശ്നമില്ല. എന്നാൽ പിന്നെ ഇനി ലാലിഗ കിരീടം അത് ബാർസ അങ്ങ് തൂക്കിയിട്ടുണ്ട്. അതങ്ങ് ക്യാമ്പ് നൗവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാർസലോണയ്ക്ക് പ്രത്യേക കൺഗ്രാജുലേഷൻസ്, കപ്പടിച്ചത്.